ഹായ്, നമസ്തേ. എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. ഈ സമയം എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഈ ഓൺ വോയിസുമായിട്ട് വന്നിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് ഈ ഷൈനി എന്ന മകളെയും ഈ കുഞ്ഞുമക്കളുടെയും മരണവാർത്ത അറിഞ്ഞ് ഒരുപാട് വിഷമിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. എന്നുവെച്ചാൽ പെൺമക്കളെ പെറ്റതിൻ്റെ പേരിൽ ദുഷ്ടനായ ഭർത്താവ് ഈ കുട്ടികളെയും ഈ ഭാര്യയെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ട് മാതാപിതാക്കളുടെ അടുത്ത് താമസമുറപ്പിച്ച ഈ മക്കളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ദുഷ്ടനായ ഭർത്താവും ഈ മകളുടെ ഷൈനി എന്ന മകളുടെ മാതാപിതാക്കളുമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം മാതാപിതാക്കൾ ഈ മകൾക്കും ഈ കുഞ്ഞുമക്കൾക്കും സപ്പോർട്ട് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ, പൂർണ്ണ മനസ്സോടുകൂടി ഈ മക്കളെ സപ്പോർട്ടോടുകൂടി ഇരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മക്കൾ ഇന്ന് മരണം വരെ കൊണ്ടുപോയില്ലായിരുന്നു. ഷൈനി എന്ന മകളുടെ സഹോദരങ്ങളോടും കൂടി അയൽവാസികളായ ഓരോ കുടുംബ യൂണിറ്റിലെ മക്കളോടും ഓരോ കുടുംബസ്ത്രീകളെ മക്കളോടും എല്ലാവരോടും കൂടിയാണ് ഞാൻ ഈ ഒരു വോയിസ് ഇടുന്നത്. മുമ്പ് ഒരു വീട്ടിൽ നടക്കുന്നത് മറ്റിടത്ത് അറിയത്തില്ല, ആരോടും സംസാരിക്കത്തില്ല, ആരോടും സൗഹൃദമില്ല എന്നൊക്കെ പറയാം. പക്ഷേ ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ വാട്സപ്പ് കൂട്ടായ്മകളും കുടുംബ യൂണിറ്റുകളും കുടുംബസ്ത്രീകളും ഉള്ള ഈ കാലഘട്ടത്തിൽ ഒരു മകൾ എന്തൊക്കെ വേദന അനുഭവിക്കണമെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരാളെപ്പറ്റി ഒരാൾക്കറിയാമെങ്കിൽ മറ്റുള്ള ആൾക്കറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ഈ മകളുടെ മാനസികാവസ്ഥ അറിയുന്നവർ ഒന്ന് ഷെയർ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഈ മരണത്തിൽ നിന്ന് ഈ കുഞ്ഞുമക്കളെ രക്ഷിക്കാമായിരുന്നു. നമ്മൾ ഓരോരുത്തരുമാണ് ഈ മകളുടെയും കുഞ്ഞുമക്കളുടെ മരണത്തിന് കാര്യം എത്രത്തോളം ഒരു വർഷം കൊണ്ട് ആ മകളിൽ ഈ മാതാപിതാക്കളുടെ വീട്ടിൽ വന്ന് നിന്നപ്പോൾ ഒരാൾ കൂടെ ഈ മകളുടെ മാനസികാവസ്ഥ അറിയാനോ ഈ മകൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനോ ഈ മകൾക്ക് ഒരു കൈത്താങ്ങായി നിൽക്കാനോ കുടുംബക്കാരോ ഈ ഷൈനി എന്ന മകളുടെ സഹോദരങ്ങളോ ബന്ധുമിത്രാദികളോ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഭയങ്കര സങ്കടകരമായ ഒരു വിഷയം. നിങ്ങളോടെല്ലാവരും എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങൾ ഈ കാശ് വാരിക്കൂട്ടി നിങ്ങൾ ഒരുപാട് പണങ്ങളെല്ലാം ഉള്ള ഒരു വ്യക്തികളായിരിക്കും. കത്തോലിക്ക സഭയിൽ ഇവരുടെയൊക്കെ കത്തോലിക്ക സഭയിലൊക്കെ എന്ന് പറയുന്നത് എല്ലാവരും ആരും പാവപ്പെട്ടവരായിട്ടിരിക്കത്തില്ല. എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും എല്ലാവർക്കും ഉള്ള ഫാമിലിയൊക്കെയാണ്. ഈ ഷൈനി എന്ന മകളെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും അത്രയും ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു മകളല്ല ഷൈനി എന്ന മകൾ. എന്നിട്ട് പോലും ഈ കുടുംബത്തിനെ ഈ രണ്ട് പിഞ്ചോമന മക്കളെയും ഈ ഷൈനിയെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബന്ധുക്കളായിട്ടും സഹോദരങ്ങളായിട്ടും അയൽവാസികളായിട്ടും കത്തോലിക്ക സഭകളായിട്ടും ഒരു ഫ്രണ്ട്സ് പോലും ആ മകൾക്ക് ഒരു കൂട്ടായി ഒരു കൈത്താങ്ങായി വന്നിട്ടില്ലെന്ന് ഓർക്കുമ്പം മനസ്സ് നിറയെ വേദനയോടുകൂടിയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. അത്രത്തോളം വിഷമം വന്ന കാര്യം. ആ പിഞ്ചു കുഞ്ഞു മക്കൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ആ പിഞ്ചു കുഞ്ഞു മക്കൾ എന്താ നിങ്ങളോട് ചെയ്തത്? ദുഷ്ടനായ ആ ഭർത്താവിനെ, അവനെയൊക്കെ ഭർത്താവെന്നല്ല പറയേണ്ടത്, അവനെയൊക്കെ ചാട്ടവാറെടുത്ത് വെച്ച് അടിച്ച് അവൻ്റെയൊക്കെ മണ്ടയടിച്ച് പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞെന്നാണ് പറയേണ്ടത്. ഇതിനെയൊക്കെ ഈ അമ്മയും അച്ഛനെയോടാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ദുഷ്ടന്മാർക്ക് കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ഓർത്തോളണം. നിങ്ങളുടെ വയറ്റിൽ കിടന്ന് നിങ്ങൾ വേദനിച്ച് നൊന്ത് പ്രസവിച്ച മകളാണ് ഷൈനി എന്ന മകൾ. ആ മകളെയും നിങ്ങൾ ആ മകളെ വിട്ടത് പോട്ട് മകളെയും ആ കുഞ്ഞുമക്കളെയും നിങ്ങൾ മരണത്തിലോട്ട് നയിച്ചു വിട്ടല്ലോ. നിങ്ങളോടൊന്നും ആരോടും പൊറുക്കില്ല ദൈവം ഒന്ന് മേളിലിരുന്ന് കാണുന്നുണ്ട്. നിങ്ങളാ മകളോട് കാണിച്ച ദുഷ്ടത്തരങ്ങളും നിങ്ങളാ മകളോട് കാണിച്ച ആ കുഞ്ഞുമക്കളോട് സംസാരിച്ച തെറ്റായ രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെയാണ് ആ മകളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കുന്നതും ആ മകളെ മരണത്തിലോട്ട് ഈ കുഞ്ഞുമക്കളെയും കൊണ്ടുപോയതും. ഒത്തിരി വേദനയുണ്ട്. ആരാണെന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലുള്ള ഓരോ വ്യക്തികളും വേദനിക്കുന്ന എന്താണെന്നറിയോ? ഒരു സ്ത്രീ എന്ന നിലയിൽ വേദനിക്കുന്നതാണ്. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്?
പ്രാർത്ഥിക്കാനല്ലാതെ വേറെ ഒന്നും അറിയില്ല. ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതേ എനിക്ക് പറയാനുള്ളൂ. വിഷമം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഓൺ വോയിസായിട്ട് വന്നത്. നന്ദി.